പറഞ്ഞുകൊണ്ടിരിക്കരുത്. 2 കെട്ടുണ്ടാകാൻ പറ്റിയ മുടിയാ. കാരണം തങ്ങളുടെ മുടി 4 കെട്ടേനു. കെട്ടിടുമ്പോ മുടഞ്ഞിടുമ്പോ 4 മുട. അങ്ങനെയുണ്ടോ തങ്ങളെ മുടി? ആ മുടഞ്ഞിടുമ്പോ 4 മുടയിലാവുമ്പോ 2 ഭാഗം ഒരു ഭാഗത്തും 2 ഭാഗം ഒരു ഭാഗത്തുവാ. അപ്പൊ 2 കെട്ടുണ്ടായി എന്നാ മോശല്ല. അബൂ ത്വൽഹത്തുൽ അൻസാരി ഖസ്റജിയാണ്. അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖസ്റജിയായ സ്വഹാബിയാൻ. അതുകൊണ്ട് ഖസ്റജ് കുടുംബത്തിന്റെ അടുക്കൽ ഇത്ര മുടിയുടെ ആധിക്യം വന്നെങ്കിൽ നബി തങ്ങളുടെ സേവകനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവെന്ന നിലക്കും തന്റെ റളാഅവയ്ക്കുള്ള സഹോദരിയായ ഉമ്മു സലൈം എന്ന നിലക്കും അവർക്ക് പ്രത്യേകം ബറക്കത്തിന് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനോ പരമ്പരാഗതമായി സൂക്ഷിക്കാനോ സവിശേഷം നൽകിയതാണ്. പൊതുവിതരണത്തിൽ ഒരു ഭാഗത്തെ മുടി മാത്രമേ ഉള്ളൂ. ചരിത്രം പഠിക്കണം, സീറകൾ വായിച്ചു പഠിക്കണം. എവിടെയെങ്കിലും റിപ്പോർട്ട് വായിച്ചു പഠിച്ചു പറയരുത്. എത്രത്തോളം നീളാകാം അത് നിങ്ങൾ നോക്കിക്കോളി. ഈ നീളം പറയുമ്പോഴും പറയണ എന്താ? നീളം നീളാം, മൊയ്സത്ത് കണ്ട് നീളാം. ആരാ? മഹാനായ അബ്ദുൽ ഗനി ബിൻ അബ്ദുൽ റളിയല്ലാഹു അൻഹു. മറ്റേത് 2 കൂട്ടർ ഇത്തിഫാക്ക്. ചെവിന്റെ പെട വരെ തങ്ങളെ മുടിയുള്ളൂ. അതിന് 2 കൂട്ടർ ഇത്തിഫാക്ക്. എന്താ മട്ടം? എന്താ മട്ടം? അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയുടെ നീളം ചെവിക്കൊപ്പം വെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2 കൂട്ടരും ഏകോപിച്ച് സമ്മതിച്ചാൽ അതിനപ്പുറം നീളമുള്ളതൊന്നും തങ്ങളുടെ മുടിയല്ലാന്ന് കായിക വരൂലേ? അങ്ങനെ പറയാൻ പറ്റുമോ? വിഷയം നമ്മുടെ കിതാബിൽ ചർച്ച ചെയ്തിട്ടില്ലേ? ഉണ്ട്. നോക്കി, ഇമാം സൈനി ദഹ്ലാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ നീളത്തെ കുറിച്ച് വിവരിക്കുന്നു. അബൂ ത്വാലിബിന്റെ മകൾ ഉമ്മു ഹാനി ബീവിയെ തൊട്ട് തുർമുദി നിവേദനം ചെയ്തു. അന്നഹാ ഖാലത് ഖദിമ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്മ തഅനി യൗമ ഫത്ഹി മക്ക. മക്കം ഫത്ഹിന്റെ അന്ന് ഞങ്ങളുടെ മേൽ റസൂലുള്ള മുന്നിട്ട് വന്നു. വലഹു 4 വദാഇർ. 4 മുടിക്കെട്ടുകൾ മടഞ്ഞിട്ടതുണ്ട് മുന്നിലേക്ക്. അങ്ങനെ നിബിധങ്ങൾ ചിലപ്പം ചെയ്യും. ഐ ദവാഇബു, മുന്നിലേക്ക് തൂക്കിയിട്ട മുടികൾ മുടഞ്ഞിടുക. പെണ്ണുങ്ങളതിനോ മുടഞ്ഞതേനോ എന്നൊക്കെ ചോദിക്കണില്ലേ? തങ്ങൾ മുടഞ്ഞിടും. ചിലപ്പോ യാത്രാവേളയിൽ നിബിധങ്ങൾ മുടി പരിക്കാകാതിരിക്കാനും നന്നാകാനും, വിശേഷിച്ച് ഇഹ്റാമുമായിട്ട് ബന്ധപ്പെടുമ്പോ മുടികൾക്ക് മറ്റ് നാശങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകിച്ചും തങ്ങൾ ചിലപ്പോൾ മുടഞ്ഞിടാറുണ്ട്. ഇത് റിപ്പോർട്ടാ. തുർമുദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്. ഇങ്ങനെ മുടഞ്ഞിട്ട ഈ മുടിയുമായി വന്നു. വഫീ റിവായത്തിൽ ലഹാ റഅയ്തു റസൂലല്ലാഹി ലാ വഫായിറ 40. 4 വഫായിറുകൾ മുടഞ്ഞിട്ട മുടകൾ നബി തങ്ങളുടെ മുടിക്കുണ്ടായതായി ഞാൻ കണ്ടു. ഖാല ഫീ ശർഹിൽ മസാബിഹ്. ശർഹുൽ മസാബിഹിൽ ഇതിനെപ്പറ്റി പറയുന്നു. ലം യഹ്ലിഖ് റസൂലു റഅസഹു ഫീ സിനിൽ ഹിജ്റതി ഇല്ലാ ആമൽ ഹുദൈബിയ സുമ്മ ആമൽ ഖളാ സുമ്മ ഫീ ഹജ്ജത്തിൽ വദാ. നബി തങ്ങളുടെ ഹിജ്റയുടെ കൊല്ലങ്ങളിൽ മദീന ജീവിതത്തിൽ നബി തങ്ങൾ മുടി കളഞ്ഞിട്ടില്ല. ഒന്ന് ഹുദൈബിയയുടെ കൊല്ലത്തിൽ, ഹുദൈബിയയിൽ വെച്ച് കളഞ്ഞത്. സുമ്മ ആമൽ ഖളാ, പിന്നെ ഹുദൈബിയയിലെ സന്ധി പ്രകാരം തൊട്ടടുത്ത കൊല്ലം ഉംറ ചെയ്യാൻ വന്നപ്പോ അന്ന് കളഞ്ഞത്. സുമ്മ ഫീ ഹജ്ജത്തുൽ വദാ, പിന്നെ ഹജ്ജത്തുൽ വദായിലും. 3 കളച്ചിലാണ് മദീന ജീവിതകാലത്ത് നബി മുടി കളഞ്ഞത്. ഫല്യുതബരി തൂലു വൽ ഖിസറു മിൻഹു ബിൽ മസാഫാത്തിൽ വാഖിഅതി മിൻഹു ഫീ തിൽകൽ അസ്മിന. ആ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ മുടി നീണ്ടിരിക്കും, ചിലപ്പോൾ കുറഞ്ഞിരിക്കും മനസ്സിലാക്കാലോ. അതായത് ഹിജറ വന്നതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഹുദൈബിയയിൽ വരുന്നവരെ മുടി കളഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് അതിന്റെ ശേഷം പിന്നെയാണെങ്കിലോ നബി തങ്ങൾ ഉംറത്തുൽ ഖളാഇന് വരുന്ന കൊല്ലത്തിലേ കളഞ്ഞിട്ടുള്ളൂ. പിന്നെ ഹജ്ജത്തുൽ വദായിലാണ്. അപ്പൊ തൂലും കിസറും സംബന്ധിച്ച റിപ്പോർട്ട് വ്യത്യാസം അതിന്റെ സമയത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ചുകൊണ്ട് കണക്ക് നോക്കപ്പെടേണ്ടതാണ്. ഹജ്ജത്തുൽ വിദായിൽ കളഞ്ഞതിന്റെ ശേഷം നബി വഫാത്താകുന്നത് വരെയുള്ള സമയമാണ് ഏറ്റവും ചുരുങ്ങിയ മുടി തങ്ങളുടെ തലയിൽ നിന്നിരിക്കുക. കാരണം 3 മാസം കഴിഞ്ഞപ്പോ തങ്ങൾ വഫാത്തായല്ലോ. അപ്പൊ 3 മാസത്തെ മുടിയുള്ളൂ. അപ്പൊ അതിന്റെ മുമ്പ് എത്ര മുടി നീളുണ്ടാവും? കെട്ടിട്ട് മുടഞ്ഞിട്ട് വന്നത് എന്തിനാ? ഇത് ബഹുമാനപ്പെട്ട സീറത്തുൻ നബവിയ 3-ാം വാള്യം 253-ാം പേജിൽ മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരി ബാബു തൽബീദിലും നബിയുടെ മുടിയെ സംബന്ധിച്ച് വരുന്നത് വിവരിച്ചിട്ടുണ്ട്. മഹാൻ പറയുന്നത് നോക്കൂ. വമാ ദല്ല അലൈഹിൽ ഹദീസു
മിൻ കൗനി ശഅരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇലാ ഖുർബി മൻകിബൈഹി, നബിയുടെ മുടി ചുമല് വരെ അടുത്ത് നിൽക്കുന്നതും കാതിന്റെ തൊട്ടി വരെ നിൽക്കുന്നതും എന്ന് പറഞ്ഞത് കാന ഗാലിബ അഹ്വാലിഹി, അതിന്റെ മികച്ച സമയമാണ്, മികച്ച രൂപം അങ്ങനെയാണ്. വകാന റുബ്ബമാ തോല, ചിലപ്പോൾ അത് നീളാറുണ്ട്. ഹത്താ യസീറ ദുവാബ, മുന്നിൽ മുടഞ്ഞിടപ്പെടുന്ന നല്ല മുടഞ്ഞ മുടിക്കെട്ടാകും വരെ ചിലപ്പോൾ നീളാറുണ്ട്. വയുത്തഖദ മിൻഹു അഖായിസു വളഫായിറു, മുടിക്കെട്ടുകൾ പിന്നിക്കും മുന്നിക്കും തൂക്കുന്ന വിധത്തിലുള്ള മുടിക്കെട്ടുകൾ നബി മുടഞ്ഞിടുന്നത് വരേക്കും ചിലപ്പോൾ നീളാറുണ്ട്. കമാ അഖ്റജ അബൂ ദാവൂദ വത്തുർമുദിയു, അങ്ങനെ തുർമുദിയും അബൂ ദാവൂദ് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലായ്പ്പോഴും കാതിന്റെ വിവരായിരുന്നു എന്ന് പഠിക്കരുത് എന്ന് ആര്? ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരി കിതാബിൽ ഇക്കോലം വിവരിച്ചിട്ട് എന്നും പറ്റില്ല. സനദുണ്ടെങ്കിലേ സ്വീകാര്യമാകൂ. മുടി തിരുശേഷിപ്പും തങ്ങളുടെ മുടിയാണെന്ന് അറിയുന്നത് ദീനാണ് എന്ന നിലക്ക് ദീനാ മുഖദ്ദിമ വെച്ചിട്ട് അതിന് സനദ് വേണം. ഇത് രണ്ടും അബദ്ധമാണ്. മറ്റൊന്ന് പറയുന്നത് ഇത് കരിച്ചു നോക്കണം, കരിച്ചു നോക്കിയാൽ ബോധ്യപ്പെടും. നാടന്മാർക്കൊക്കെ അത് പാടായിക്കണ്, അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടൊന്നും കാര്യമില്ല. എല്ലാ നാടന്മാർക്കും ഇത് തന്നെയല്ലേ പണി. ആരാണ് ഇതിനൊക്കെ വഴിവെച്ചത്? നാടന്മാര് മുഴുവൻ മനപ്പാടാക്കിയൊക്കെ ഓരോരോ കാക്കാമാര് ഒക്കെ ഇങ്ങനെ പറയാം, എന്നാ കരിച്ചു നോക്കട്ടെ. കരിച്ചു നോക്കിയെങ്കിൽ തങ്ങളുടെ മുടിയാണെങ്കിൽ കരിയില്ല, അല്ലെങ്കിൽ കരിയും. പിന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ എന്റെ മുടിയെ ഉപദ്രവിച്ചാന്ന് പറയുന്നത് എന്തിനാ? തങ്ങളുടെ മുടി ഖിയാമത്ത് നാൾ വരെ ഇവിടെ ശേഷിക്കുന്നത് കൊണ്ടല്ലേ. ഇതിനൊക്കെയും സനദില്ലെങ്കിൽ സ്വീകാര്യമല്ല എന്നും നിങ്ങൾ ഓരോരോ വിഡ്ഢിത്തങ്ങൾ പറയുക, അതൊക്കെ തങ്ങളുടെ മുടിയാണെന്ന് തിരിയാനുള്ള മാർഗമാക്കി വെക്കുക, സ്വന്തം ജൽപ്പിച്ചു പറയുക, ഇതിനാണോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ മുടിയാണെങ്കിൽ തീയത്തി വെച്ചാൽ കരിയിലാണ്. ഏത് കിതാബിലാ ഉള്ളത്? ഏത് കിതാബിലുണ്ട് ഇത്? ഒരു കിതാബിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കും വാദവും വേണ്ട. അത് ഇസ്ലാമിന്റെ ഒരു സിദ്ധാന്തവുമല്ല, നമ്മുടെ ഖസായിസിലും വിവരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റേതാണെങ്കിൽ കരിയില്ലാന്നറിയുന്നത്. അങ്ങനെ കിതാബിൽ പറയാത്തിടത്തോളം തിരുനബിയുടെ മുടി കരിച്ചു നോക്കിയാൽ തിരിയുന്നവരുടെ ഭാഷ ശരിയല്ല. ചിലർക്ക് പറഞ്ഞിട്ടുണ്ട് എന്നറിയോ, തിരുനബിയുടെ മുടി പോലുള്ള തിരുശേഷിപ്പുകൾ വല്ല വീട്ടിലോ നാട്ടിലോ സൂക്ഷിച്ചു വെച്ചാൽ ആ വീടിന്റെ അകത്ത് കരിയലുണ്ടാവൂല, ആ വീട് സാധനങ്ങള് കരിയൂല, മുങ്ങൂല, അതിന് അപകടം വരൂല, മോഷണം ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരാൾ പറയാ, എടോ ആ മുടിയെന്നാടെ കൊണ്ടേക്ക്, എന്നിട്ട് ഞങ്ങളൊന്ന് കക്കോ നോക്കിട്ട് കട്ടുകണോ എന്നാ തിരുനബിന്റെ മുടിയല്ലാന്നറിയാ. അതൊക്കെ ഫവായില് പറയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടികളും തിരുശേഷിപ്പുകളും വെച്ചാൽ അവിടെ പല മുസീബത്തുകൾ കാക്കപ്പെടുന്ന രീതി. അതിന് വെക്കണമെങ്കിൽ ഷർത്തുണ്ട്, വെക്കുന്ന ആൾക്ക് ഷർത്തുണ്ട്, ആ വെക്കുന്ന വീടുകൾ ഏതായിരിക്കണം നോട്ടുണ്ട്, കാലം എങ്ങനെയായിരിക്കണം എന്നുണ്ട്. ഇതൊക്കെ മൊയ്സത്തിൽ പല ഘടകങ്ങളും ഒക്കണം, ഖസായിസിന് പലതും ഒക്കണം. അതുകൊണ്ട് പണ്ടത്തെ കാലത്തൊന്നും നടന്നില്ല എന്ന് വെച്ചാൽ ഇപ്പൊ നടക്കൂല എന്നറിയുന്നത് വിഡ്ഢിത്താപ്പറുണ്ട്. വഹാബിൽ കടാ പറ്റിയത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടി വെച്ചിട്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ തൊപ്പിക്കുള്ളിൽ വെച്ച് പോരാടിയത് കൊണ്ടാണ് അവർക്ക് എല്ലാ യുദ്ധത്തിലും വിജയം വരിക്കാൻ കഴിഞ്ഞത് എന്ന് ഇപ്പോഴത്തെ നമ്മുടെ ചെറുശ്ശേരിയുടെ ഉപ്പാപ്പ പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്തിനെതിരെ അന്ന് വഹാബികൾ പറഞ്ഞത് ഉഹുദിൽ നബി തങ്ങൾ തോറ്റോടിയപ്പോ തങ്ങളെ തലയിൽ മുടിയില്ലായിരുന്നു. മഹാനായ ശൈഖുന് ഇത് ഉദ്ധരിക്കാറുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇമ്മാതിരി വിഡ്ഢിത്താക്കളും പറയുന്നത്